ചന്ദ്രനിലേക്ക് പേടകങ്ങൾ അയക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. ഡിജിറ്റലി നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ഈ രാജ്യത്ത് 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജാതിയുടെ വിഷം തലയിൽ കയറിയ കുറെ നരാധമന്മാർ ആ കുഞ്ഞിനെ ചവിട്ടി കൊന്നു എന്ന് തന്നെ പറയണം. തെലങ്കാനയിലെ നാഗർകൂർണിൽ ജത്രയ്ക്കിടെയാണ് ഈ ദാരുണ സംഭവം നടന്നത്. മനുഷ്യത്വം മരവിച്ച കാഴ്ചകൾക്കാണ് നാഗർകൂർണൂലിലെ കുമ്മേര ഗ്രാമം സാക്ഷ്യം വഹിച്ചത്. എന്തിനാണ് 100 രൂപയുടെ തർക്കം? ആ തർക്കം അവസാനിച്ചത് ഒരു പിഞ്ചു ജീവൻ കവർന്നെടുത്തുകൊണ്ടാണ്. ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും കുടുംബവുമായി ആ ക്ഷേത്രത്തിലേക്ക് വന്നത്. അവർ സ്ഥിരം വരുന്ന ക്ഷേത്രം. ഇപ്പോൾ അവിടെ ഈ പ്രധാനപ്പെട്ട ഉത്സവം നടക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് എത്തിയ അവരോട് ക്ഷേത്രത്തിനുള്ളിൽ കയറണമെങ്കിൽ 100 രൂപ അടയ്ക്കണമെന്ന് അവിടുത്തെ സർപഞ്ചും മേലധികാരികളും പറഞ്ഞു. എന്നാൽ ഇതിനവർ തയ്യാറായിരുന്നില്ല. ഞങ്ങൾ സ്ഥിരം വരുന്ന ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ എന്തിന് 100 രൂപ അടയ്ക്കണമെന്ന് അവർ തിരിച്ചു ചോദ്യം ചെയ്തു. ഇതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ആ കുടുംബത്തെ അവർ ആദ്യം ജാതീയമായി അധിക്ഷേപിച്ചു. അതിനുശേഷമാണ് മർദ്ദനം തുടങ്ങിയത്. അതിക്രൂരമായ മർദ്ദനം തടയാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു കുഞ്ഞ് കൊല്ലപ്പെടുന്നത്. തന്റെ ഭർത്താവിനെ മർദ്ദിക്കുന്നത് കണ്ട് അത് തടയാനായി 2 മാസം പ്രായമായ കുഞ്ഞുമായി ആ സർപഞ്ചിന്റെയും അനുയായികളുടെയും അടുത്തേക്ക് എത്തിയതായിരുന്നു അയാളുടെ ഭാര്യ. 2 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ കാണുമ്പോഴെങ്കിലും തന്റെ ഭർത്താവിനെ തല്ലുന്നത് നിർത്തുമെന്ന് അവർ കരുതിയിരുന്നു. പക്ഷെ അവർക്ക് തെറ്റി. ജാതി കാരണം അന്ധമായി പോയ ആ കണ്ണുകളിൽ 2 മാസമായ കുഞ്ഞിനെ അവർ കണ്ടതേയില്ല. ആ കുഞ്ഞിനെ കാൽക്കൽ നിന്ന് അവർ ചവിട്ടി തെറിപ്പിച്ചു. അതിക്രൂരമായ മർദ്ദനമേറ്റ ആ കുഞ്ഞ് ഇനി ലോകത്തില്ല. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആ കുഞ്ഞിന്റെ ജീവൻ പൊലിഞ്ഞു. നാം ആരെയാണ് ഭയപ്പെടേണ്ടത്? അതിർത്തിയിലെ ശത്രുക്കളെയോ അതോ നമ്മുടെ തൊട്ടടുത്ത ജാതിയുടെ പേരിൽ വാളൂന്ന ഈ മനുഷ്യരൂപികളെയോ? നമ്മളെല്ലാവരും പറയാറുണ്ട് ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. എന്നാൽ ആ ദൈവത്തിന് മുമ്പിൽ പോലും ചില മനുഷ്യർ സമന്മാരല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. അറിവാകാത്ത പ്രായത്തിൽ ആ കുഞ്ഞിന് മേൽ പതിഞ്ഞത് അക്രമികളുടെ കാലുകളല്ല, മറിച്ച് സമൂഹത്തിന്റെ ചീഞ്ഞളിഞ്ഞ ജാതി വ്യവസ്ഥയാണ്. ആലോചിക്കണം, ഒരു ദളിതൻ എന്നെ ചോദ്യം ചെയ്തു. ഒരു ദളിതൻ എന്നെ ചോദ്യം ചെയ്താൽ ഈ സമൂഹത്തിൽ എൻ്റെ വില പോകും എന്ന തോന്നലിലാണ് ഈ അക്രമം നടന്നത്. 2 മാസം പ്രായം മാത്രമുള്ളൊരു കുഞ്ഞ്, അതിന് വേദന എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത പ്രായത്തിൽ ഈ ലോകം വിട്ട് പോവുകയാണ്. ഇത് വെറുമൊരു മരണ വാർത്തയല്ല, ഇത് നമ്മുടെ നാടിന്റെ നാണക്കേടാണ്. മരിച്ച കുഞ്ഞിന്റെ ചോരയ്ക്ക് മറുപടി പറയാൻ ഈ ഭരണകൂടത്തിനും സമൂഹത്തിനും ബാധ്യതയുണ്ട്. ഇനിയും എത്ര കുഞ്ഞുങ്ങൾ ഈ ജാതിക്കല്ലിൽ തട്ടി വീഴണം നമ്മുടെയൊക്കെ കണ്ണു തുറക്കാൻ?